ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സ്റ്റിച്ചായിരിക്കും. 3 സ്റ്റാൻഡ്സിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെമ്മും കുറച്ച് ലീഫുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ഔട്ട്ലൈൻ ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി. ആരും ഫില്ലിങ്ങിന് വേണ്ടി ചെയിൻ സ്റ്റിച്ച് കൊടുക്കാറില്ല. ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലും ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 3 സ്റ്റാൻഡ്സിൻ്റെ ത്രെഡ് നീഡിലെടുത്തിട്ട് ക്ലോത്തിൻ്റെ താഴ്വശത്ത് നിന്നും അതിൻ്റെ ആ കോർണർ പോയിൻറ്റിൽ കുത്തി മുകളിലേക്ക് നീഡിൽ കൊണ്ടുവന്നിട്ട് ആ നീഡിലിൽ ഈ ത്രെഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫീൽ ചെയ്യുന്ന ഒരു ചെയിൻ്റെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ ഭംഗിയായിട്ടും ഈ കുഷ്യൻ കവർ, അതുപോലെ തന്നെ ഷോളുകൾ, നെറ്റ് കോട്ടയുടെ ഡ്രസ്സിൽ ഷോളിലൊക്കെ ഇങ്ങനത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ എന്താ പറയുന്നത് പാറ്റേൺ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒലിവ് ഗ്രീനും യെല്ലോ കളറിലുള്ള ത്രെഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ലീഫിനൊക്കെ ഞാൻ യെല്ലോ കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്യുന്നു. സ്റ്റെമ്മിന് ഒലിവ് ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ഈ ലീഫിലും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് സെറ്റിയുടെ കവറിലും അതുപോലെ കുഷ്യൻ കവറുകളിൽ ബെഡ്ഷീറ്റിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്, ഒരു സ്റ്റിച്ചിങ് മെത്തേഡാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പം അതവിടെ ഫിറ്റായിട്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒന്നിലും തട്ടി ഉടക്കി പോകുന്നില്ല. ഇതുകൊണ്ടോ ഇപ്പോൾ ഈ ലീഫിൻ്റെ ഈ കോർണറിൽ നമ്മളത് നീഡിൽ കുത്തി താഴേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. കൊണ്ടുവന്ന് അവിടെ നമ്മൾ നോട്ട് ഇടുന്നില്ല, അവിടെ മാത്രം അങ്ങനെ ചെയ്യുന്നത്. അതൊരു ഈ റൗണ്ട് ഷേപ്പ് അല്ലല്ലോ, ഒരു പോയിൻ്റ് ആയിട്ടല്ലേ വരുന്നത്. അപ്പം ആ പോയിൻ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.